Hello guys, welcome back to our YouTube channel. It's me Haza in Kozhikode. സോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളെ എന്താണ് ഫാദറിന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ആനിവേഴ്സറി ആണ്. ഇന്ന് മെയ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സോ അപ്പം ഇന്ന് മെയ് 20th ആണ്. സോ എന്ന് വെച്ചാൽ ഒരു വെഡിങ് ആനിവേഴ്സറി. സോ അപ്പം ഞങ്ങൾ ഒരു കേക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് വാങ്ങിക്കാൻ പോകുന്നത്. സോ അതിനെ കുറിച്ച് ഡിസൈൻ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, മേടിക്കും, പക്ഷെ ഡിസൈൻസ് ഒന്നും ഞങ്ങൾക്ക് കാണിക്കില്ല. നിങ്ങൾക്കൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. സോ എന്തായാലും അവരിതുവരെ ഇങ്ങനെ ലൈക്ക് സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ അവർ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് എപ്പോഴാന്ന് അറിയത്തില്ല. അവരുടെ അടുത്ത് ചോദിച്ചപ്പം അവർ പറഞ്ഞു അവര് ചുമ്മാ ഒരു കളത്തിനെ പറഞ്ഞിട്ട് കേൾക്കാണ്. അപ്പൊ ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കും. പക്ഷെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കളത്തിനാന്ന് മനസ്സിലായി. ഞങ്ങള് ഞങ്ങളുടെ ഫാദറിന്റെ അടുത്ത് വെച്ച് ശരിക്കും എപ്പോഴും അവരെ വെഡിങ് ആനിവേഴ്സറി, ഞാൻ ഏപ്രിലാണ് ചോദിച്ചത്. അപ്പം അവർ പറഞ്ഞു, അപ്പൊ ഞങ്ങളുടെ ഫാദർ പറഞ്ഞു മെയ് 20th അവരെ വെഡിങ് ആനിവേഴ്സറി. സോ അപ്പൊ ഞങ്ങള് വിചാരിച്ചു അവർ ഇത്രയും നാളായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അവർക്ക് കൊടുക്കാമെന്ന്. സോ അപ്പം ഞങ്ങള് അവർക്ക് ഒരു ചെയ്യാനാണ് പ്ലാൻ. സോ നമ്മളത് ചെയ്യാനാണ് പ്ലാൻ. സോ അതിന്റെ മുന്നേ എനിക്ക് നമ്മൾ ഈ വീഡിയോയിലൊക്കെ മേക്ക് ഓവർ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സെയിം മേക്ക് ഓവർ ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു. ലൈക്ക് ഒരു നോർമൽ മേക്ക് ഓവർ. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ ചെയ്യുന്ന മേക്ക് ഓവേഴ്സ്, ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു മേക്ക് ഓവറിന്റെ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരെ ആ വീഡിയോ പോയി കാണണം. സോ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകണം. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. മാത്രമല്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാണ്, എന്താ പറയാ, സെയിം മേക്കോവർ അല്ല, ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു വശ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചൊരു തട്ടിക്കൂട്ടിയ ഒരു സാധനം നമ്മൾ ചെയ്യാൻ പോകാം. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അത് മാത്രമല്ല വീഡിയോ. സോ ഗൈസ്, നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. സോ ഇപ്രാവശ്യം പക്ഷെ ഹൈ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരത്തില്ല, ഞാൻ ഒറ്റക്കായിരിക്കും മേക്കപ്പ്. അറിയൂല എങ്ങനായിട്ട് വരുമെന്ന്, എന്തായാലും ട്രൈ ചെയ്യാം. ഇവിടുത്തെ മെയിൻ താരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്പ്രേ ആണ്. ഇതാണ് സംഭവം. അഫീഫ ഇവിടെ ലത്തഫ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല, നിങ്ങള് ഗൂഗിളിൽ ചെക്ക് ചെയ്തു. ഒരു പീകോക്കിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ മതി. സോ ഗൈസ്, ഇത് ഇനി എനിക്ക് പറയാം. ഇത് അലീഫ എന്തോ ലത്തഫ, ഇത് നിവ്യ, ഇത് പോണ്ട്, ഇത് നമ്മുടെ എന്താ പറയാ ലിപ് ഗ്ലോസ്, എന്തായിരുന്നു പറയാ, കുവാവ, അങ്ങനെ എന്തോ ആണ് പേര്, കാജൽ. ഇതെല്ലാം സ്ട്രോബെറീസും ബ്ലൂബെറീസും എല്ലാം കൂടി കൂട്ടിയ ഇതാണ്. ഇത് ലിപ് ലൈനർ, ഇത് ഐലൈനർ, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, 12 hours ആണ് തോന്നുന്നുണ്ട്. ലിപ്സ്റ്റിക് ആണ്. ഇതൊരു നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണ് കേട്ടോ, അടിപൊളി ലിപ്സ്റ്റിക്. പിന്നെ ഇത് അത്തറാണ്. അല്ല, സ്റ്റുഡിയോന്ന് മേടിച്ചത് അല്ല, മമ്മ പറഞ്ഞു സ്റ്റുഡിയോന്നാണ്. പിന്നെ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അത്തറാണ്, കൊറേ ടൈപ്സ് ഉണ്ട്. ചിലതൊക്കെ ഒന്ന് ഹജിർ എന്നൊക്കെ പറഞ്ഞു കൊറേ ചിലതൊക്കെ കൊണ്ടുവന്ന ഇതും എന്തോ ഒരു ക്രീം പോലത്തെ ഓപ്പൺ അൽഹിബ പെർഫ്യൂം റോഗർ ആൻഡ് ഗാർ പെർഫ്യൂം ബോഡി ക്രീം ഫ്രീ ഫ്രം ആൽക്കഹോൾ ആണ്. പെർഫ്യൂം ബോഡി ക്രീം ആൽക്കഹോളിന്ന് ഫ്രീ ആണ്, അതാണ് ഇവർ പറഞ്ഞത്. മെയിൻ സോ ഇനി തുടങ്ങാം, സ്റ്റാർട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പാൻഡയെ കൂടി കാണിക്കാൻ വിചാരിച്ചു. ഈ പാൻഡ ലൈറ്റ് കണ്ടോ, ഈ ലൈറ്റ് പിന്നെ ബ്രൈറ്റ് ചേഞ്ച് ചെയ്യാം കളറ്. ഇനി അഥവാ ആ കളർ തന്നെ മതിയെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ കുറെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് അടിപൊളിയാണ്, ലൈറ്റ് ആണ് ഗൈസ്. ഇത് ഇനി ബ്ലൂന്ന് വൈറ്റിലേക്കാണ്, ഗ്രീന് കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് വൈറ്റ്.
അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതല്ല ഇന്നലെ രാത്രി ഞാൻ ചെയ്തിട്ടു കേട്ടോ. ഇതാണ് വൈറ്റ് കേട്ടാ, വൈറ്റ് ആണ് ഇത്. ഫസ്റ്റ് ഇങ്ങനെ കളർ ചേഞ്ചിങ് ആവും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനും കൂടി ആവും കേട്ടോ. അടിപൊളിയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ചാർജിങ് ആണ്. ഇതൊരു 4 hours ചാർജ് ചെയ്യണം. രാവിലെ ആവുമ്പോ അത് ചാർജ് ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചാർജ് ഓഫ് ആയില്ല, നമ്മൾ തന്നെ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, താനേ ഓഫ് ആയിക്കോളും. കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാൻ പറ്റും. രാത്രി താനേ ഓഫ് ആവും കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും നല്ല സംഭവം, അത് ഇഷ്ടം. പറ്റിയ സംഭവമാണ്. പിന്നെ ഇത് ചാർജിങ് ആണ്, അതിന്റെ ഇത് ചാർജാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. ബാക്കി ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ലൈറ്റ് നല്ല ലൈറ്റ് ഉണ്ടാവും. പിന്നെ ഡിം ലൈറ്റ് ആയിട്ട് പിന്നെ ഇത് ക്യൂട്ടാണ്. ഇതിന് കുറെ വെറൈറ്റീസ് ഉണ്ട്. ഈ സംഭവം ഇല്ലാതെ മാറിയത്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ബോറാണ്. പക്ഷെ ഇങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരെണ്ണുണ്ട്, ഇങ്ങനെ ഇത് വരുന്നതുണ്ട്. ഭയങ്കര ബോറായതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് നടക്കുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് ബ്രോഡ്വേയിൽ കിട്ടും കേട്ടോ, എറണാകുളം ബ്രോഡ്വേയിൽ കിട്ടും. പിന്നെ ഓർഡർ ചെയ്യാനും പറ്റും. ആമസോണിൽ കിട്ടും, ബ്രോഡ്വേയിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരെ മേക്കപ്പിലേക്ക് പോവാട്ടോ. എന്താണ് ലൈറ്റ് ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യ. അപ്പൊ അടക്ക്, ഞാൻ വീഡിയോ എടുക്കാം. ഫസ്റ്റ് തന്നെ നിവ്യ. കണ്ണട ഊരണം. മേക്കപ്പ് കണ്ണട ഇട്ടാണോ? കണ്ണടക്കും മേക്കപ്പ് ചെയ്യാനാണ് ഇതിന്റെ ചാർജ് തീരാനായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ബാക്കി പിന്നെ ചെയ്യുന്നു. കുറച്ചെടുക്കുന്നുള്ളൂ. കണ്ണാടി ഇല്ലാത്തത്. കണ്ണാടി എടുത്തിട്ടുണ്ട്. സോ ഇത് എന്റെ ഗ്ലാസ് ആണ്. എന്റേതല്ല, നമ്മളെ രണ്ടാളുടെ. പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. മതി, ഇത് കൊറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് മേക്കപ്പ് ഒന്നും കൊടുക്കാത്ത കേട്ടോ. കൊറേ ഓവറാക്കി ഇടും കേട്ടോ. ഈ ലിപ്സ്റ്റിക് ആണ് ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇടും. ആ ചീക്സിലുണ്ടല്ലോ റൗണ്ട് ആക്കിയോളൂ. ഈ നേരെ നിൽക്കുക. ഇവിടെ ഗായ്സിനൊക്കെ കാണാനുണ്ട്. കണ്ണാടി പൊങ്ങുന്നതനുസരിച്ച് അവിടെ പലയും പൊങ്ങുള്ളൂ. ആ നോസിലൊക്കെ ഉണ്ട്. കണ്ട് കൊറേ. ഞാൻ ഒറ്റക്കല്ല മേക്കപ്പ് ചെയ്യുന്നത്. എന്താണ് അടങ്ങ് ഗൈസ്, ഇവൾക്ക് ഒരു ഫ്രണ്ട് ഇല്ലാത്തോണ്ട് ഇവൾക്ക് ഇവളുടെ ഫ്രണ്ടായ പാണ്ടയാണ് ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത്. പൗഡർ പോൺസിന്റെ പൗഡർ ആണ് കേട്ടോ. മറ്റേ വീഡിയോയില് നിങ്ങൾ കണ്ടോന്നറിയില്ല, അതിൽ ഇങ്ങനെയാണ്. ആദ്യം നല്ല ആളെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ പോൺസും നിവ്യയും കഴിഞ്ഞു. പോൺസ് കഴിഞ്ഞില്ല.
പൗഡർ ജസ്റ്റ് സോ ഗൈസ് അയ്യോ ഒന്നും കൂടി പറയണമായിരുന്നു ഗൈസ് പോൺസ് ആണ് ഇപ്പൊ ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാണ് പോൺസ് ആയിരുന്നു അതുണ്ടായത് പിന്നെ നിവ്യ തേച്ചിട്ടുണ്ടായിരുന്നു പോൺസ് തേച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് കേട്ടില്ലെങ്കിൽ പറയാണ് കേട്ടോ ഗൈസ് സോറി ഓക്കെ ഞാൻ ഒരു മിനിറ്റ് ഒന്നുകൂടി ചോദിച്ചിട്ട് സോ ഗൈസ് നെക്സ്റ്റ് നമ്മളുടെ കൊറിയൻ ലിപ്സ് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അടിച്ചു ഞാൻ ഓക്കെ ഞാൻ ലിപ്സിലേക്ക് ആൾക്ക് സൂം ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി ലിപ്സ് ഓക്കെ ഓക്കെ ആദ്യം ഇവിടെ ക്യാമറയിലൊന്ന് കാണിക്കാൻ പറ്റുമോ ആ ഇവിടെ ആക്ക പോരെ അവിടെ അല്ല ഇതിന്റെ സെന്ററിൽ എന്തിനാട്ടെ ആയില്ലേ എന്നിട്ട് ഇവിടെ ആക്ക ആയോ എന്നിട്ട് ഇവിടെ സെന്ററിൽ കാണാൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെ കാണില്ല അവിടെ അല്ല എന്താ കുഞ്ഞു പോണത് ഈ പെണ്ണിന്റെ മുഖം ഇവിടെ ഇങ്ങോട്ട് കണ്ണാടി കൂടെ കാണുന്നില്ല ഇതിന്റെ മുഖം ആഹാ സൂപ്പർ ജോക്കർ ജോക്കർ ഷോർട്സിൽ ചെറിയ വീഡിയോ ചിലപ്പോ വരും ഓക്കെ അങ്ങനെ ഈ ലിപ്സ്റ്റിക് കഴിഞ്ഞിട്ടുണ്ട് ലിപ് ഗ്ലോസ് നോക്കി ഓക്കെ അയ്യോ മതി മതി ഇതെടുക്കാം അയ്യോ ഓക്കെ മൈക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലിപ് ലൈനർ ഇടാൻ പറഞ്ഞു ഗൈസ് ലിപ് ലൈനർ ഇടാൻ മറന്നു അല്ല അത് ഇട്ടിട്ടായത് പറഞ്ഞു ഓക്കെ ഗൈസ് ഇത് ശരിയായോ സുരേഷ കൊറിയൻ ലിപ്സ് ആയോ ഗൈസ് പറയണേ മറ്റേ വീഡിയോ കണ്ട ആൾക്കാരെ മാത്രം പറഞ്ഞാൽ മതി കൊറിയൻ ലിപ്സ് ആയോ ഗൈസ് അവിടെ കിടക്കും സൈഡിൽ കണ്ടോ സൈഡിൽ ഗൈസ് ഒറ്റ മിനിറ്റ് ടിഷ്യൂ പേപ്പർ എന്തേലും ലൈറ്റ് കൊണ്ടുവരും കുറച്ച് മുന്നോട്ട് കൊണ്ടുവരും ഓക്കെ കുഴപ്പമില്ല കൊറിയനെ കഴിക്കുന്നു ഗൈസ് ഇവൾക്ക് ഇടാൻ മാത്രല്ല വേസ്റ്റ് ചെയ്യാനും അറിയാട്ടോ മേക്കപ്പ് ഒക്കെ പിള്ളാരെയല്ല പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഐലൈനർ ഇടാൻ പോണം ഞാൻ ഇതുവരെ ഇടാത്ത സംഭവം ഐലൈനർ അവള് ഇതുവരെ ഐലൈനർ ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ് ഒറ്റക്ക് ഇട്ടിട്ടില്ല അവള് ഇട്ടിട്ടില്ല ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാറട്ടോ നീ മാത്രല്ല എന്റെ അമ്മയെ ഇടാറ് മമ്മ ഇട്ട് കൊടുക്കട്ടോ തുറന്നേരോ അടക്കി ഞാൻ തുറന്നു എനിക്ക് ഈ കണ്ണാടി വേണ്ട നമുക്ക് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അയ്യോ അയ്യോ മൈക്ക് താഴ്ത്തിട്ട് മൈക്കല്ല അതാ ഈ സംഭവം അതല്ലേ അത് കുഴപ്പമില്ല അയ്യോ അത് റോളായി പോണ് ആദ്യം ഇടാൻ പോവാ കണ്ണിലായി ഗൈസ് അത് കുഴപ്പമില്ല അറ്റത്തോട്ടന്നെ തുടങ്ങാന്നില്ല
നമ്മള് ഗൈസ് നമ്മളെപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ ചില ആൾക്കാർ ഇടും. ഞാൻ ഇട്ട് തുടങ്ങിട്ടോ. എന്താ പറഞ്ഞോ. എന്തൊരു ഘോരം. ഈ ഡോട്ട്സ് ഒക്കെ കണ്ണാടിന്റെതാണോ? ഞാൻ ചെറുതായപ്പോ ക്രയോൺസ് വരച്ചു. മമ്മന്റെ നല്ലത് മേടിക്കുന്നു. അടങ്ങിരി. മതി മതി കൂടി നല്ല പോലെ അടക്ക് കണ്ണടക്ക് കാണിച്ചെടുക്കട്ടെ. ചെറുതായിട്ട് എന്റെ കയ്യിലാക്കി. ഇനി ഒരിക്കലും വരച്ച് കഴിയാൻ പോകും. ഞാൻ അടുത്ത കണ്ണുകൂടി ചിപ്പി. എന്താ ക്രയോൺസ് അരക്കണോല് അരക്കാണോളാ കണ്ണിലിട്ട്. ഫസ്റ്റ് ടൈം ഇടുന്ന ആൾക്കാർക്ക് ഇതിനൊരു കുഴപ്പമുണ്ടാവില്ല. ഫസ്റ്റ് ടൈം ചെയ്ത ആൾക്കാർക്ക് മതി. കണ്ണടക്ക്. ഓക്കെ, ഇനി ഹൈ പറയും. ജീവിതത്തിൽ നിന്നെ കൊണ്ട് ഇത് വിജയിപ്പിക്കില്ല. ഓക്കെ നെക്സ്റ്റ് കൺമഷി എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ പണ്ടിട്ട്. ഗൈസ് ഇനി പകുതി എണ്ണം അവൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കാണിക്കുന്നുള്ളൂ. ലോങ് വീഡിയോ ആയി മാറും ലാസ്റ്റ്. എന്താ ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്? അല്ല അത് മുട്ടാവുള്ളേ. കൺമഷി ഓരോന്ന് ഓബ്ജക്ട്സ് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുള്ളൂ. അല്ലാണ്ട് അവള് എഴുതുന്നതും ചെയ്യുന്നതും കാണിക്കുന്നില്ല. ഓരോ ബ്ലഷ് ഇങ്ങനെ ഇട്ടത് കാണിക്കും. അങ്ങനെ ഇനി കൺമഷിയാണോ? കൺമഷി ഇവിടെ പറഞ്ഞ കെട്ടി മറിയുന്നത്. അതെ, ഇതുപോലെയാണ് ആക്കിയത്. കൺമഷി കുഴപ്പമില്ല. ഇനി അടുത്ത കൺമഷി ഞാൻ ഇട്ട് കാണിക്കാം. ഞാൻ കരയാനൊക്കെ തുടങ്ങി. ഇത് കണ്ണീരോണ്ട് കരയല്ലോ കേട്ടോ. കണ്ണ് എരിഞ്ഞിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ സ്വഭാവം? ഗൈസ് ഇവൾക്ക് കൺമഷി ഇട്ട പാടിന് ചർച്ചിലൊന്നും ഇവൾക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ 7 ഇങ്ങോട്ട് വാ. തുടങ്ങിയാണ്. എന്റെ വീഡിയോ ആണോ നിന്റെ വീഡിയോ ആണോ? ശരിയാ, വെഡിങ് ആനിവേഴ്സറിന്റെ. ഗൈസ് ഇത് മാത്രമല്ല കേട്ടോ കണ്ടന്റ്. വെഡിങ് ആനിവേഴ്സറിന്റെ ഒരു കണ്ടന്റ് കൂടി ഉണ്ട്. അതും കൂടി കണ്ടിട്ട് പോയാൽ മതി. സ്കിപ്പ് ചെയ്യല്ലേ? സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യാട്ടോ. വെഡിങ് ആനിവേഴ്സറി അവിടെ വരെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് മുകളിലേക്ക് അവള് തുടച്ചു കളയാണ്. അല്ലാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എന്റെ. നെക്സ്റ്റ് ഷവർ സ്പ്രേ. ഗൈസ് ഞാൻ അങ്ങനത്തെ സ്പ്രേ ഫാൻ ഇല്ല ഒരിക്കലും അല്ല. ഗൈസ് അവക്ക് ഇത് ഛർദി ഉണ്ട് കേട്ടോ. ഛർദിക്കത്തില്ല, പക്ഷെ ഛർദിക്കണം തോന്നും. ഓക്കാനിക്കും കേട്ടോ. അങ്ങനെ ഞാൻ തുറന്നുതരാം. ചുണ്ടിലോട്ട് കൊണ്ടുവച്ച് ആദ്യം ജസ്റ്റ് മമ്മ വരും. ഗൈസ് ഇവളുടെ മൈക്ക് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. മൈക്ക് ഇങ്ങോട്ട് കാണിക്കല്ലേ, ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. നല്ലതാണ്. ഇതാണ് അടുത്ത പ്രശ്നം. ഇവിടെ ഇരുന്നോ? അവിടെ ഇടണ്ട, ഒരൊറ്റ സ്പ്രേ മതി. ഇതാരും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് മമ്മ അവിടേക്ക് ഞാൻ ഇട്ടുതരാം. അങ്ങനെ ഇത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇനി ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുള്ളൂ. കൊറിയൻ ലുക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയാണ്, കൊറിയൻ ലുക്ക് ഞങ്ങൾ മറ്റന്നായിരിക്കും വെഡിങ് ആനിവേഴ്സറി സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഴത്തിൽ
ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ സോ ബാഡ്. ഗൈസ്, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ ഞങ്ങള് മര്യാദക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പരിഹാരം വലിയ ആവശ്യമില്ല, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ. നെക്സ്റ്റ് ഇഷ്ടമുള്ള ഇടാൻ പോകാം. അത്രയും ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ഞാൻ ഇടാൻ പോകും. അതെല്ലാം ഇടുന്നു. അയ്യേ ഇത് കുഴപ്പമില്ല, എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. ഈ ടേബിളിന്റെ കോലൊന്ന് നോക്കിക്കേ guys. ഇത് രസമില്ല, ഇത് ഞാൻ ഉറപ്പായിട്ട് ഗൈസ്. ഇത് ലാസ്റ്റ്, ഇത് മുല്ലപ്പൂന്റെ ആണ് തോന്നുന്നു. മുല്ലപ്പൂ. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതാണ്. ഫ്ലേവർ ഇല്ല, നല്ല മണം. ഇത് എങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ, ഇതിന് മുടി ഇതൊക്കെ ഇതിന്റെ ഇതായിരിക്കും. ഇത് മുട്ടായിന്റെ പോലത്തെ സ്മെല്ല് അടുക്കുന്നൊന്നും മാറ്റും ഗൈസ്. അങ്ങനെ മറ്റേ സംഭവം സ്പ്രേ താഴെ വീണ് പോയി, താഴെ വീഴാൻ പോയി. അവിടെ പിടിച്ച് അത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അത് ഞാൻ തിരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും. ഓക്കെ, ഇനി അടുത്തത് ബാക്കി നമ്മൾ അതെ ഇതാണോ യൂസ് ചെയ്യുന്നത്? ഇല്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എങ്ങനെ ഇത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിരുന്ന് കാണിക്കാൻ പറഞ്ഞത്. അറിയാത്ത ആൾക്കാർക്ക് എനിക്കറിയാട്ടോ ഞാൻ ഇടണ്ടേന്ന് എനിക്കറിയാം. അത് ഞാൻ ഫുള്ള് ചിന്തും. ഇവിടെ എടുക്ക്, ഞാൻ നോക്കാം. നീ എടുക്ക്. അയ്യോ അയ്യോ, ഞാൻ എടുക്കട്ടെ. I set for hours telling on the blue bus. ഇതിപ്പോ പുതിയ വന്ന പാട്ടാണ്. I set for hours flowers it for hours telling on the blue bus. ഓക്കെ, നിനക്ക് എവിടെ ഇടേണ്ടത്? ഇത് ഇതെന്താ നീ ചെയ്യണത്? അത്ര എവിടെ ഇടണ്ടെന്ന് പറയും. ഓക്കെ, എന്റെ ഇവിടെയാണ് ഇടേണ്ടത്. ഇവിടെ അല്ല, ഇവിടെ ഇവിടെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത് മേടിക്കണ്ട, ഇത് മേടിച്ചു. അടിപൊളി സ്മെല്ലാണ്. എനിക്ക് മറ്റേനെക്കാട്ടി ഇഷ്ടപ്പെട്ടതാണ്. ഇത് നല്ല ഓൾഡ് ഏജ് പീപ്പിൾ ഉറപ്പായിട്ട് അറിയാം, പിന്നെ ഇഷ്ടപ്പെടും ചെയ്യും. ഇരുന്നോട്ടെ, എല്ലാം കൂടി ഇട്ടോ. ഓക്കെ ഗൈസ്, വേറെന്താണ്? ലിപ് ലൈനർ ഗൈസ്, ലിപ് ലൈനർ ഇടാൻ പറ്റും. പിന്നെ ലിപ് ലൈനർ ഇട്ടിട്ട് കാണാം. നെക്സ്റ്റ് നെയ്മാണ്. എങ്ങനെ ഇടണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ അവിടെ ഡ്രസ്സിലല്ല, ബോഡിയിലാണ്. ബോഡിയിൽ എന്തോ വെക്കാനായിട്ടാണ്. എത്ര പെർഫ്യൂംസാ കൊറേ കിട്ടും. ഇത് മൊത്തം ഇട്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതെല്ലാം കൂടി ഒരു മണം. സോ ഗൈസ്, ഇതെല്ലാം റിമൂവ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ പറയണ പോലെ ഇതെല്ലാം ഒരു ദിവസം മൊത്തം വെക്കാൻ കഴിയത്തില്ല ഗൈസ്. ഗൈസ്, ഇനിയാണ് നമ്മൾ വെഡിങ് വരിക. അതിന്റെ ഗൈസ് ഗൈസ് വെയിറ്റ്, ഇത് റിമൂവ് ചെയ്യുന്നതിനും കൂടി കാണാം ഗൈസ്. ഇത് ലോങ് വീഡിയോ ആവണമെങ്കിൽ നമ്മൾ പാർട്ട് 2 ഇടും. ആദ്യം ലിപ് ലൈനർ നോക്കാം. ഇതിന് റിമൂവ് ചെയ്യണം. ലോങ് വീഡിയോ പാർട്ട് 2 ഇടാ. വേണ്ട. എന്താ, ഞാൻ എഡിറ്റ് ചെയ്തോളാം പോലെ. നിങ്ങൾക്ക് എഡിറ്റും ചെയ്യണം, എന്നാ പാട്ടും ഇടാൻ പാടില്ല. ഇത് അങ്ങനെയല്ല റിമൂവ്. ഗൈസ്, പകുതിയോളം മേക്കപ്പ് ഓയിൽ വെച്ചാണ് റബ് ചെയ്തത്. നല്ല കഷ്ടപ്പാട് കേട്ടോ ലൈനർ മാറ്റാനായിട്ട്. സ്ക്രബ് ചെയ്ത എന്നെ വിളിക്കണ്ട. എനിക്ക് ആരും വേണ്ട. പോയി കിട്ടി. ഇത് ബാക്കി റിമൂവ് ചെയ്യാം നമുക്ക്. എന്താ ചെയ്യണത്?
അവളെന്റെ മുടി തൊട്ട് അടിക്കും. നല്ല രസമുള്ള മുടി. അവള് വെറുപ്പിക്കാൻ കുറച്ചുകൂടി വെള്ളാക്കണം. ഇതെങ്ങാനും നമ്മുടെ മദർ അറിഞ്ഞെങ്കിൽ ഡോണ്ട് ട്രൈ ദിസ് അഗൈൻ. ഡോണ്ട് ട്രൈ ദിസ്. നല്ല അടിയാൻ വെച്ചരും. ഈ വീഡിയോ ഓഫ് ചെയ്യണമ്പോ ഞാൻ വീഡിയോ എടുത്ത് തരാം കേട്ടോ. നമുക്ക് കാണിച്ചു തരാം അവളുടെ സ്വഭാവം. വലിയ വേനില്ല കേട്ടോ ഗൈസ്, അത് തമാശ കാണിക്കണം. ഇനി ഞാൻ വിച്ചയില്ല കേട്ടോ. തല അറിയോ? പിച്ചാൻ വല്ല പരിപാടി ഉണ്ട്. തിരിച്ച് ഞാൻ കൊടുക്കും. വീഡിയോയിലായോണ്ട് മര്യാദക്ക് ഇരിക്കുന്നത്. സോറി മിസ്റ്റർ റാണി, താങ്കൾക്ക് എന്താ കുഴപ്പം? താങ്കളോട് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്താൽ മതി. അത്യാവശ്യം പൊക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഞങ്ങളെ മദർ കണ്ടായിരുന്നു, അടിപൊളിയായി. മതി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് അവളുടെ മേക്കപ്പ് റൂം. ഓക്കെ, സോ ഗൈസ്, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ഞങ്ങള് ആ ഫേസ് ജസ്റ്റ് കാണിക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കി ഓക്കെ. ഈ സോറി, ഇനി അടുത്തത് നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വെഡിങ് ആനിവേഴ്സറിന്നല്ല, ഹയ എന്നെ ഡെക്കറേറ്റ് ചെയ്ത ഒരു ഫോട്ടോ, സോറി ഒരു മുഖം കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വെഡിങ് ആനിവേഴ്സറി. ഇപ്പൊ വെഡിങ് ആനിവേഴ്സറിയുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. വെറും 400 rupees ഞങ്ങള് വാങ്ങിച്ചതാണ്. അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇതാക്കാനായിട്ട്. നമ്മള് പൊക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ എഴുതിയിട്ടുണ്ട്. ബൈ ഹയ ഹാപ്പി ആനിവേഴ്സറി മച്ചി ഷിപ്പി. ബൈ ഹയ ഷിപ്പി ഷപ്പി എന്നാണ്. സ്ലപ്പി. ഷിപ്പി തന്നെയാണ്. ഇതാട്ടോ ഗൈസ്, ഹെസറുടെ കാത്തിക്കാണ്. സ്റ്റാർട്ട്. ഹാപ്പി ആനിവേഴ്സറി ഉമ്മച്ചി ഷിപ്പി. അടുത്ത ആദ്യം നമ്മളിനി പ്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ വന്നാട്ടോ. എടുക്ക്. സോ ഗൈസ് കണ്ടോ, ഈ സംഭവം ഞാൻ എടുത്തു. ജേണലിന് പറ്റിയ സംഭവം. നല്ല ചോറാണിത്. ക്യാബേജ്, പയർ. ഗൈസ്, ഞാൻ മീമി മറന്നു. മീമി പാല് ഇത് കെട്ടിയോളൂ. സോ ഗൈസ്,